സിൽക്കി കോട്ട ഫാബ്രിക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്ത സാരീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ക്രിസ്മസ് തീമിൽ വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഓഫ് വൈറ്റിൽ റെഡും മെറൂൺ ഷെയ്ഡിലും കൂടെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വരുന്ന സാരി. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ബ്ലാക്കിലാണ് വന്നേക്കുന്നത്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ഗ്രീനിൻ്റെയും റെഡിൻ്റെയും ഡിഫറെൻറ്റ് ഷെയ്ഡിൽ വരും. ഇത് നമുക്ക് നല്ല കുറച്ചൊരു ഡാർക്ക് ഗ്രീൻ ടോണിലേക്ക് വരും. നല്ല രസമായിട്ടുള്ള ഷെയ്ഡ്സ് ആട്ടോ ഇത്. അതുപോലെ തന്നെ ലൈറ്റ് ഒരു ഗ്രീൻ ടോണിലും കൂടെ വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേണിലാണ് വരുന്നത്. കുറച്ച് എംബ്രോയിഡറി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാരീസിൻ്റെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ പാറ്റേൺ വന്നേക്കുന്നത്. സാരി ഫുള്ളായിട്ട് നമുക്കിപ്പോൾ ഞാനിത് മുന്താണ്ടിയുടെ പോർഷനാണ് ഈ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ടാട്ടോ വരുന്നത്. ബാക്ക് സൈഡും സെയിം തന്നെ ഇങ്ങനെ വന്നിട്ട് നമുക്കിതിൻ്റെ ഉടുക്കുന്ന പോർഷനിലേക്ക് ഹാഫായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഹാഫ് പോർഷനിലേക്കാണ് വന്നേക്കുന്നത്. പകുതി പ്ലെയിനും പകുതി നമുക്ക് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് നമുക്ക് വരുമ്പോൾ സാരിയെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ബ്ലൗസ് പീസ്. പ്ലെയിൻ വന്നിട്ട് എൻഡിൽ ബോർഡർ ആയിട്ടാണ് കൊടുത്തത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബോർഡർ പാറ്റേണിലാണ് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. അതായത് ഓഫ് വൈറ്റിൽ ഫുള്ളായിട്ടും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സാരിയാണിത്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഓവറോൾ പാറ്റേൺ നമുക്ക് വന്നേക്കുന്നത്. നമ്മൾ കാണുന്ന കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീൻ ടോണിലേക്ക് വരുന്ന സാരിയാണ്. നല്ല ഭംഗിയാണ് ഈ ഒരു ഷെയ്ഡ് കാണാൻ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുമ്പോൾ പീച്ചും പിങ്കും മിക്സ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. റെഡിഷ് പീച്ച് കളറിലാണ് വന്നേക്കുന്നത്. ഉള്ളിൽ ഗ്രീനിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടോൺ വരുന്നുണ്ട്. ഓവറോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ പാറ്റേൺ വന്നേക്കുന്നത്. അതുപോലെ ബ്ലൗസ് പീസ് നമുക്ക് എല്ലാത്തിനും പ്ലെയിൻ വിത്ത് ക്രോസ് സ്റ്റിച്ച് ബോർഡേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരുന്ന സാരിയാണ്. ഇതിലും ആ ഒരു സെയിം പാറ്റേൺ തന്നെ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ക്ലോസർ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഓരോ സാരിയും അത്രയും ഭംഗിയായിട്ടാണ് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി നമുക്ക് വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന പാറ്റേൺ ഇതാണ്. ലൈറ്റ് ഗ്രീൻ ടോണിലേക്കാണ് സാരി വന്നേക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ കണ്ടാലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതിൽ എംബ്രോയിഡറി വന്നിട്ട് ഉള്ളിൽ ഫ്ലവർ ഡിസൈൻ ആണ് ക്രോസ് സ്റ്റിച്ച് കൊടുത്തേക്കുന്നത്. അത് പിങ്ക് ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനിൽ വരും. അതുപോലെ തന്നെ പല്ലുവിലേക്ക് വരുമ്പോൾ നമുക്ക് വീതിക്ക് ഒരു ബോർഡർ എംബ്രോയിഡറി ചെയ്ത ബോർഡർ ഉണ്ട്. ബ്ലൗസ് പീസ് നല്ല രസമായിട്ട് ഇതിനെ കാണാൻ. ഫുള്ളായിട്ടും എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഡിസൈൻ നമുക്ക് വന്നത്. നമ്മൾ കാണുന്ന പാറ്റേൺ ഇതാണ്. നല്ല ഓഫ് വൈറ്റിൽ നല്ല ചെറിയ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. അത് റെഡും മെറൂൺ കളർ കോമ്പിനേഷനിൽ വരും. ത്രൂ ഔട്ട് സാരി നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഉടുക്കുന്ന പോർഷനിൽ ഹാഫായിട്ടാട്ടോ വരുന്നത്. പകുതി പ്ലെയിനും പകുതി എംബ്രോയിഡറി ആയിട്ട് വരും. ബ്ലൗസ് പീസ് വരുമ്പോൾ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ തന്നെ ബോർഡറിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ വന്നേക്കുന്നത്.